ഹിന്ദുക്കൾക്ക് ഇവൻ മഹിരാവണൻ, ഇസ്ലാമിൽ ഇവൻ ഇബ്ലീസ്, ക്രിസ്ത്യാനികൾക്കിടയിൽ ഇവൻ ഒറ്റ പേരേ ഉള്ളൂ, ലൂസിഫർ. സോ വെൽക്കം ബാക്ക് ഗായ്സ്. ഇന്ന് എമ്പുരാൻ്റെ ടീസർ തിയേറ്ററിൽ പ്രീമിയർ ചെയ്യുന്നുണ്ട് എന്ന് കേട്ടു. സോ അങ്ങോട്ടേക്ക് വിട്ടു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ ഒരു വീഡിയോ. ഒരു സിനിമ കാണുന്ന അതേ പ്രതീതിയിൽ നമ്മൾ തിയേറ്ററിലേക്ക് ചെല്ലുകയാണ്. അതും മോസ്റ്റ് വെയിറ്റഡ് മൂവിയാണ്. അത്രയ്ക്ക് ഞാൻ പ്രതീക്ഷ അവിടെ കാത്തിരിക്കുന്നൊരു സിനിമ. അതാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. സീരിയസ്ലി ഈ ലൂസിഫറിൻ്റെ ആ ഒരു ക്ലൈമാക്സ് കണ്ടതിൽ പിന്നെ ഈ ഒരു സിനിമയുടെ സ്കെയിൽ എന്ന് പറയുന്നത് ഭയങ്കര വലുതായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന റേഞ്ചിലാണ് ലൂസിഫർ കൊണ്ടുവന്ന് എൻഡ് ചെയ്യുന്നത്. ഇന്ന് തിയേറ്ററിലേക്ക് ചെന്നപ്പോൾ ആ മോനെ ഒരു തിയേറ്റർ ഫുള്ളിങ്ങനെ ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു എലമെൻറ്റിനെ കാത്തു നിൽക്കുകയാണ്. ഇന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇന്ന് രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് കാണുന്നത് നരൻ ഫാൻ ഷോ ഉണ്ട് എന്നാണ്. തൊട്ടടുത്ത് ആശീർവാദ് തിയേറ്റർ പറന്നു, ഫ്രണ്ടിൻ്റെ ഹെൽപ്പ് ഉണ്ടായിരുന്നു. നേരെ അവിടത്തേക്ക് ചെന്നു, സിനിമ കണ്ടു. നരൻ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റിൽ എന്നും ഉണ്ടാകുന്നൊരു മൂവിയാണ്. സോ അത് ഇന്ന് വീണ്ടും തിയേറ്ററിൽ കാണാൻ പറ്റി. ഏർലി മോർണിംഗ് ഉറക്കം എഴുന്നേറ്റ ഉടനെ തന്നെ ലാലേട്ടൻ്റെ സിനിമയാണ് തിയേറ്ററിൽ കണ്ടത്. അതേ ദിവസം വൈകിട്ട് 7 മണിയായപ്പോൾ തന്നെ ലാലേട്ടൻ്റെ ലൂസിഫറിൻ്റെ മീൻസ് എമ്പുരാൻ്റെ ടീസറും തിയേറ്ററിൽ കണ്ടിറങ്ങി. സോ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്. ഇനി ടീസറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പൃഥ്വിരാജ് സുകുമാരൻ എന്ന ഡയറക്ടർ, പുള്ളിക്കാരൻ ഈ ഒരു പടത്തിനെ ചെയ്തു വെച്ചേക്കുന്ന റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. അത് ഫസ്റ്റ് ഷോട്ടിൽ എസ്റ്റാബ്ലിഷ് ചെയ്യും. ഇറാഖ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന ആ ഒരു ഷോട്ടിൽ തന്നെ അത് എസ്റ്റാബ്ലിഷ്ഡ് ആണ്. സുജിത് വാസുദേവിൻ്റെ സിനിമാറ്റോഗ്രാഫി, ദീപക് ദേവിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, പൃഥ്വിരാജ് ലിറിക്സ്, അതുപോലെ തന്നെ ഇന്ദ്രജിത്തിൻ്റെ മകള് വോക്കൽസ്. എൻ്റെ മോനെ ഇത് ഇത്രയും കൂടെ അങ്ങോട്ട് ഇറക്കി അങ്ങോട്ട് സ്ക്രീനിൽ അങ്ങോട്ട് വിട്ടപ്പോൾ ഉണ്ടല്ലോ, തീ ഉണ്ടല്ലോ, തീ ഇങ്ങനെ കത്തുമായിരുന്നു. നമ്മൾ കുറേ മീംസൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, മറ്റേ എ.ആർ. റഹ്മാൻ ഇങ്ങനെ ഇരുന്നിട്ട് മറ്റേ പിയാനോ ഇങ്ങനെ ഇതാക്കുന്ന സൈഡിൽ തീ കത്തിക്കുന്ന. എൻ്റെ മോനെ തിയേറ്ററിൽ എനിക്ക് ആ ഫീലായിരുന്നു. കാരണം അത് അമ്മാതിരി ഒരു ചെയ്തായിരുന്നു ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ ഈ പറയുന്ന അബ്രാം ഖുറേഷി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ടീസറിൽ തന്നെ അവരെന്താണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് അബ്രാം ഖുറേഷി എന്ന് പറയുന്നത് ഏഷ്യയിലെ തന്നെ മോസ്റ്റ് മെസണറി ഹിറ്റ് ടീമാണ്. അതായത് ഇവരെന്ന് പറയുന്നത് ഈ പൈസ കിട്ടിക്കഴിഞ്ഞാൽ കോൺട്രാക്റ്റ് വർക്ക് ചെയ്ത് ഭയങ്കരമായിട്ട് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൈവറ്റ് സോൾജിയേഴ്സാണ്. അതായത് ഇവരുടെ കോൺട്രാക്റ്റ് കൊടുക്കുന്ന കാര്യത്തിനോട് മാത്രമേ ആത്മാർത്ഥത ഉണ്ടാവൂ. അവർക്ക് ഒരു പാട്രിയോട്ടിസോ അങ്ങനെ ഒരു പരിപാടിയും ഇല്ല. ഓൺലി അവരുടെ കോൺട്രാക്റ്റ് എന്താണ് അതിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ട് മാത്രമേ അവർ വർക്ക് ചെയ്യുള്ളൂ. അതിനകത്ത് ലാലേട്ടൻ്റെ ഒരു എൻട്രി ഉണ്ട്. എൻ്റെ മോനെ, ഇതാണ് ശരിക്കും പറഞ്ഞാൽ തിയേറ്റർ കുലുങ്ങും എന്ന് പറയേണ്ട ഐറ്റം. അല്ലാതെ ഈ ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു തിയേറ്റർ പുറത്ത് നിന്ന് കേൾക്കും, കുലുങ്ങുന്നത് കാണും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ശരിക്കും ഒരു ടീസറിലെ ഇൻട്രോയ്ക്ക് ഇന്ന് തിയേറ്റർ നിന്ന് കത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇൻട്രോ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഉറപ്പിച്ചു വെച്ചോ, ഈ ഇൻട്രോ ഇനി സിനിമയിൽ തിയേറ്ററിൽ വരുമ്പം തിയേറ്റർ നിന്ന് കത്തും. അമ്മാതിരി ഐറ്റമാണ് ചെയ്തു വെച്ചേക്കുന്നത്. നിങ്ങളെല്ലാവരും ടീസറെ കണ്ട് ഗൂസ് ബംസ് അടിച്ച സാധനം തിയേറ്ററിൽ കിട്ടിയപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ പൊന്നോ, ആ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടല്ല, തരിപ്പായിരുന്നു. ആ പിള്ളേരെ തരിപ്പായിരുന്നു. ലാലേട്ടനെ കുറേ കാലത്തിന് ശേഷം ഇമ്മാതിരി ഒരു റോളിൽ ഇറക്കി അങ്ങോട്ട് വെക്കി. എന്തൊരു സ്വാഗാണ് ഇത്, എന്തൊരു സ്വാഗാണ്. ലാലേട്ടൻ എന്ന് പറയുന്ന എലമെൻറ്റിനെ കറക്റ്റായിട്ട് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരാളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങേര് മറ്റേ പ്രശാന്ത് നീലിൻ്റെ ടച്ച് പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് സോഷ്യൽ മീഡിയ മൊത്തം വന്നിട്ടുണ്ട്. സോ അത് എടുത്ത് പറയണം. കാരണം ആ തിയേറ്ററിൽ തന്നെ നമ്മൾ കാണുന്ന ആ ഒരു വിഷ്വൽസ് ആനമോർഫിക് ലെൻസ് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആ വിഷ്വൽസിനെ എടുത്തു വെച്ചിരിക്കുന്ന കാണുമ്പോൾ നമുക്ക് കിട്ടും കറക്റ്റ് ഇത് ആ ഒരു ടോൺ ആണല്ലോ പിടിച്ചേക്കുന്നത്. പക്ഷേ ആ പിടിച്ചു വെച്ചിരിക്കുന്നതിനകത്ത് ഇവർ ചെയ്തു വെച്ചിരിക്കുന്ന പണികളുണ്ട്. ആ US സോൾജിയേഴ്സിനെ കാണിക്കുന്നതിൻ്റെ കോസ്റ്റ്യൂംസ് ആണെങ്കിലും അവർ യൂസ് ചെയ്യുന്ന വെപ്പൺസ് ആണെങ്കിലും എല്ലാം
അതുപോലെ തന്നെ കുബ ഗ്രൂപ്പിനെ കുറിച്ചിട്ട് ഇവർ പറയുന്നുണ്ട്. ആ ഗ്രൂപ്പും സ്റ്റീഫൻ്റെ ഈ ഒരു ഗ്യാങ്ങും അവിടെ ഒരേ സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ മിലിറ്റൻസ് അവരെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന സീനിലാണ് ലാലേട്ടൻ മറ്റേ ചർച്ചിനകത്തോ മറ്റോ നിൽക്കുന്നൊരു സാധനം. എൻ്റെ പൊന്നോടാവേ, ആ സീനിൻ്റെ ഒരു റിച്ച് ഉണ്ടല്ലോ, ആ റിച്ച്നെസ്, ആ സീനിൻ്റെ റിച്ച്നെസ്, ആ ഷോട്ടിൻ്റെ റിച്ച്നെസ്, അതേപോലെ തന്നെ ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം സുജിത് വാസുദേവ് ഒരു രക്ഷയില്ലാത്ത ഫ്രെയിമുകളാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇപ്പം മഞ്ജു വാര്യറിൻ്റെ ഒരു ഷോട്ടുണ്ട്, കുറേ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കാൻ നിൽക്കുന്നത്, ടോപ്പിൽ നിന്നൊരു ലൈറ്റ്, ട്രയാങ്കിള്, നടുക്കിവർ. ശരിക്കും പറഞ്ഞാൽ ആ ഇലുമിനാറ്റി എന്ന് പറയുന്ന ഒരു സിമ്പിളിനെ കറക്റ്റായിട്ട് അങ്ങനെ തന്നെയാണ് അവിടെ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇലുമിനാറ്റിൻ്റെ സിമ്പിളാണ് കറക്റ്റായിട്ട് ആ ലൈറ്റിൽ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ സിക്കാഡ മോതിരം, അത് ഈ പ്ലേസ് ചെയ്തിരിക്കുന്ന ഓരോ പേര് ടൈറ്റിൽസ് വീഴുമ്പോൾ അതിൻ്റെ ബാഗിൽ ഈ കൊടുത്തിരിക്കുന്ന സിമ്പിൾസ് സിക്കാഡയുടെയും ഉണ്ട്, ഇലുമിനാറ്റിയുടെയും ഉണ്ട്. സോ ഇത് ആ കൺട്രോൾ ചെയ്യുന്ന ടീം തന്നെയാണെന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞ് അതിൻ്റെ അർത്ഥം ഇത് നമ്മൾ വിചാരിക്കുന്ന ഒരു പടമായിരിക്കില്ല. നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്തേക്ക് മലയാള സിനിമയുടെ ഒരു സ്കെയില് വേറെ ലെവലിൽ എത്തിക്കാൻ പറ്റുന്ന അഡാറായിട്ടും ആയിരിക്കും. സീൻസ് അല്ലെങ്കിൽ ഷോർട്സ് കൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് വ്യക്തമാണ്. എല്ലാവരുടെയും ബാക്ക് ഷോട്ട്സ് കാണിക്കുന്നു, അതിൻ്റെ ഒരു സ്വാഗ് വേറെ ലെവലിൽ അത് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നു. എൻ്റെ അമ്മോ, എന്തൊക്കെയാണ് ഈ പടത്തിൽ കാണിച്ചു വെക്കുന്നത്. ഈ ടീസർ ഇമാതിരിയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രെയിലർ വരുമ്പോൾ പൊട്ടുമല്ല ബോക്സ് ഓഫീസിൻ്റെ ഏരിയ ഫുള്ള്, പടം ഇറങ്ങിക്കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും. ഇത് ഒരു എന്താ പറയുക, നമ്മൾ കൊടുക്കുന്നൊരു ഓവർ ഹൈപ്പല്ല, പക്ഷേ ആ സാധനം കാണിച്ചിട്ടില്ല, ആ പ്രൂവ് ചെയ്തിട്ടുണ്ടല്ലോ, ആ പ്രൂഫാണ്. അത് വെച്ചിട്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി ഇതിനകത്ത് എന്താ കഥയെന്ന് പറയുന്നൊരു സാധനം ഇല്ലെങ്കിൽ പോലും ഇത്ര ഐറ്റംസ് ടോട്ടലി വെച്ചിട്ട് അവർ കളിച്ചുകൊണ്ട് നിന്നാൽ പോലും നമുക്ക് പടം വർക്കാവും. കാരണം അതിനുള്ള എലമെൻറ്റ്സ് അവർ പക്കയായിട്ട് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഗ്യാരൻറ്റീഡാണ്. അത് ഈ സാധനത്തിനകത്ത് നിന്ന് ഇത്രയും വ്യക്തമാണ്. പിന്നെ ഇതിനകത്ത് കുറച്ച് ഷോർട്സ് ടീച്ചറിന് വേണ്ടി ചെയ്തതാണെന്നൊക്കെ പറയുന്നുണ്ട്. മേ ബി അത് എന്ത് വേണമെങ്കിലും ആവാം, നമുക്ക് ഉറപ്പില്ല. ബട്ട് ഉറപ്പിക്കാം, ആ തിയേറ്ററിൽ ഇരുന്ന് കിട്ടിയൊരു എക്സ്പീരിയൻസ് അതൊരു വൈബായിരുന്നു. അത് വേറെ ലെവലായിരുന്നു. അത് ഇനി തിയേറ്ററിൽ കിട്ടുമ്പോഴാണോ എനിക്കറിയില്ല. ബട്ട് ഇന്ന് ഫസ്റ്റ് ടൈം നമ്മളത് തിയേറ്ററിൽ എക്സ്പെക്റ്റ് ചെയ്ത് കാണുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, ഒരു രക്ഷയില്ല. ദീപക് ദേവ്, ഇന്ന് രാവിലെയും ദീപക് ദേവ് മ്യൂസിക് ചെയ്ത നരനാണ് കണ്ടത്. ഇന്ന് വൈകിട്ടും അതേ സാധനം തന്നെ, അങ്ങേറെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലുള്ള എമ്പുരാൻ്റെ ഇത് ഒരു രക്ഷയില്ല. പൊളിഞ്ഞു പോയി തകർന്നു പോയി എന്ന് പറയുന്നവന്മാർക്ക് തലയിൽ ആണി അടിച്ച് ഐറ്റമായിരുന്നു എമ്പുരാനകത്തത്. എന്നെ ഐറ്റോടെ പണി വെച്ചേക്കുന്ന എങ്ങേര് പൊളി ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ആർട്ട് വർക്ക്. ഒരു ടീച്ചറിനെ നമ്മൾ ഇത്രയും പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പണി അവർ ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് വ്യക്തം. സിനിമാറ്റോഗ്രാഫിയുടെ ഒക്കെ ഒരു ക്വാളിറ്റി, എൻ്റെ അമ്മോ, തിയേറ്ററിൽ കിട്ടിയ ഒരു സുഖമുണ്ടല്ലോ, അത് എക്സ്പീരിയൻസ് ചെയ്യണമായിരുന്നു കേട്ടോ. എനിവേ, ഇന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് എന്നെ അറിയിച്ച ഫ്രണ്ട്സിന് ഭയങ്കര താങ്ക് യു. അത് കാണാൻ പറ്റിയതിലും ഭയങ്കര സന്തോഷം. എനിവേ, ഈ ടീച്ചറിനെ ഞാനൊന്ന് ഡീകോഡ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്, പറ്റിയാൽ അത് ചെയ്യും. എനിവേ, കൂടുതലൊന്നും പറയാനില്ല. തിയേറ്റർ കണ്ടു, കിളി പാറയെന്ന് വേണം പറയാം, അമ്മാതിരി ഫീലായിരുന്നു. കുറേ കാലമായി ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു ആക്ടറിനെ ഇത്രയും ഗംഭീരമായിട്ടുള്ളൊരു സ്വാഗോടുകൂടി തിയേറ്ററിൽ കിട്ടിയിട്ട്. അത് കൺഫേംഡ് ആണ്. കാരണം മോഹൻലാലിൻ്റെ പല സിനിമകൾ വന്നു, പല കാര്യങ്ങൾ വന്നു, ബട്ട് അതിലൊന്നും ഒരു സ്വാഗ് കിട്ടാതെ ലാലേട്ടനെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ലാലേട്ടൻ എന്ന് പറയുന്നൊരു വ്യക്തിനെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നോ ആ സ്നേഹം നമ്മൾ വിഷ്വലിൽ എങ്ങനെയാണ് അയാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അങ്ങനെയുള്ള ഒരു സാധനങ്ങളും കുറേ കാലങ്ങളായിട്ട് ആ മനുഷ്യൻ്റെ ഇത് വരുന്നില്ല. ബട്ട് ഇതിനകത്ത് ആ തോള് ചെരിഞ്ഞ് നിൽക്കുമ്പോൾ മോഹൻലാൽ എന്ന് പറഞ്ഞിട്ടൊരു ടൈറ്റിൽ കാർഡ് അവിടെ കാണിക്കുന്നുണ്ട്. എൻ്റെ മോനെ, അതിനെങ്ങനെയാണ് ഞാൻ പറയുന്നത്, അത് നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്തൊരു സാധനം ഉണ്ടാവും. അതിനെയൊക്കെ വേർഡ്സായിട്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റുന്ന, അതാണ് ഈ പടത്തിൻ്റെ ഒരു വേറെ റേഞ്ച് ആക്കിയത്. ശരിക്കും പറഞ്ഞാൽ ആ സമയത്തുള്ള ആ വിഷ്വൽ കാണുന്ന സമയത്ത് മോഹൻലാൽ എന്നുള്ളൊരു പേരെഴുതി കാണിക്കുമ്പോൾ വരുന്നൊരു തരിപ്പുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിവേ, കൂടുതലൊന്നും പറയുന്നില്ല.
ഈ ടീസർ ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു 6 തവണയെങ്കിലും ഒരു 6 തവണ എന്തായാലും ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഈ കൂടുതൽ കാണാനാണ് ചാൻസ്, ബട്ട് എന്നാലും ഒരു 6 തവണ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ സ്റ്റീഫൻ നെടുമുള്ളി അവിടുന്ന് പോയിട്ട് കുറേ കാലങ്ങൾക്ക് ശേഷമാണ്. കാരണം ആ തുടക്കത്തിൽ തന്നെ ആ കാറ് മൂടിയിട്ടിരിക്കുന്നത്, അത് പൊടിയടിച്ച് കിടക്കുന്നതും കാണിക്കുന്നുണ്ട്. ജതിൻ രാംദാസിൻ്റെ ക്യാരക്ടർ അവിടെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പോസ്റ്റർ ഇമേജ് കാണിക്കുന്നുണ്ട്. മഞ്ജു വാര്യരുടെ ക്യാരക്ടർ അവിടെ ഇതായിട്ട് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. ഇതിനെല്ലാം അപ്പുറത്തേക്ക് ഒരു കുറേ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ മഞ്ജുവിനെ ക്യാരക്ടറിനെ പൊളിറ്റീഷ്യൻസിൻ്റെ ഇടയിലൂടെ ഒരു ഹാളിലേക്ക് കൊണ്ടുവരുന്നത് പോലെ കാണിക്കുന്നുണ്ട്. അത് മേ ബി എന്തിൻ്റെ ആണെന്ന് അറിയത്തില്ല, പൊളിറ്റിക്കൽ സംഭവങ്ങളെ ബേസ് ചെയ്തിട്ടായിരിക്കണം. അതേ സമയത്ത് തന്നെയാണ് ഇതിനകത്തൊരു കൊച്ചു കുട്ടി വന്ന് ഈ കയ്യിൽ പിടിക്കുന്നൊരു ഷോട്ട് കാണിക്കുന്നുണ്ട്. ഇതിനൊക്കെ ആൻസേഴ്സ് ഉണ്ടാവും, ഗംഭീരമായിരിക്കും. അതേപോലെ തന്നെ പൃഥ്വിരാജിൻ്റെ ഒരു ഇൻട്രോ ഉണ്ട്. അത് റോപ്പൊന്നും ഇങ്ങനെ താഴേക്ക് വരുന്നൊരു സാധനമുണ്ട്. അത് കൂടാതെ ഏറ്റവും ലാസ്റ്റ് വരുന്നൊരു സാധനം, അതും വൈബാണ്. സോ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ ഞാൻ മോസ്റ്റ് അവൈറ്റഡ് ആയിട്ടിരുന്ന ഒരു മൂവി തന്നെയാണ് എമ്പുരാൻ. അത് തിയേറ്ററിലേക്ക് വരാൻ വേണ്ടിയിട്ട് 100% ഒരു ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കൂട്ടത്തിലുള്ള ഒരാളായിട്ട് 1000 മടങ്ങ് ആഗ്രഹത്തോടുകൂടി കാത്തിരിക്കുകയാണ് അങ്ങേരെ ആ ഒരു സ്വാഗിൽ കിട്ടാൻ. അത്രയ്ക്കാണ് അങ്ങേര് ഈ അടുത്ത നമ്മൾ തന്നെ ഇപ്പം നമ്മുടെ റിവ്യൂസിൽ തന്നെ മോശമാണെങ്കിൽ മോശമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, അതിനകത്ത് ഒരിതും പറഞ്ഞിട്ടില്ല. ബട്ട് ആ ഒരു മനുഷ്യൻ്റെ സ്വാഗ് എന്തരാണെന്ന് കുറേ ആൾക്കാർക്ക് അറിയില്ല. അങ്ങേരെ പ്ലേസ് ചെയ്ത് വെക്കേണ്ട രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പൊന്നു മോനെ വേറെ ഒരു സാധനം അതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കില്ല. അത് ഗ്യാരൻറ്റീഡാണ്, 100% ഗ്യാരൻറ്റീഡാണ്. അതാണ് മോഹൻലാൽ എന്ന് പറയുന്ന ഒരാളും അയാളുടെ സ്വാഗ്. അത് കൊണ്ട് വെക്കേണ്ട കണക്ക്, വെക്കേണ്ട ഫ്രെയിമിൽ, വെക്കേണ്ട ലൈറ്റിങ്ങിൽ, വെക്കേണ്ട ഷോട്ടിൽ വെച്ചാൽ പിന്നെ കാണാൻ പോണത് തീപൂരമാണ്. അത് ഈ പടത്തിൽ കാണാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഗംഭീരമായിരിക്കും. ഐ എം വെയിറ്റിംഗ്. എനിവേ, ഞാൻ ഇത്രയും പറഞ്ഞത് എൻ്റെ മനസ്സിൽ അത്രയും ഒരു ആഗ്രഹമാണ്, കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എനിവേ, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ഉണ്ടാവുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസിട്ട് വീണ്ടും കാണാം. അതുവരേക്കും